പണ്ട് പണ്ട് ശുംഭൻ നിശുംഭൻ എന്ന അസുരന്മാർ സ്വർഗലോകം കീഴടക്കി ദേവന്മാരെ ദേവിമാരെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി. ഈ അതിക്രൂരമായ പ്രവൃത്തിയിൽ ദുഃഖിതരായ ദേവന്മാർ ഹിമാലയത്തിൽ പോയി ദുർഗയെ സ്തുതിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദുർഗ പ്രത്യക്ഷയായി. ഇവരുടെ പ്രാർത്ഥന ഒളിച്ചു കണ്ട ശുംഭന്റെ ദൂതനായ ചണ്ഡൻ മുണ്ടൻ ദേവിയുടെ സൗന്ദര്യം കണ്ട് അമ്പരന്നു. ഈ വിവരം അപ്പോൾ തന്നെ ശുംഭനെ അറിയിച്ചു. ദുർഗയുടെ സൗന്ദര്യത്തിൽ മോഹിതനായ ശുംഭൻ അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവരെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ദുർഗ അറിയിച്ചു. ഇതിൽ കുപിതനായ ശുംഭൻ ചണ്ഡനെയും മുണ്ടനെയും ദേവിയെ പിടിച്ചു കൊണ്ടുവരാൻ അയച്ചു. ചണ്ഡനും മുണ്ടനും വലിയൊരു സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ദേവിക്ക് അവരോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ദുർഗയുടെ പുരികക്കൊടിയിൽ നിന്നും ഒരു ഭീകരരൂപം പ്രത്യക്ഷപ്പെട്ടു. കറുത്ത നിറവും വലിയ കണ്ണുകളും ചുവന്ന നീണ്ട നാക്കുമായി കയ്യിൽ വാളും പരിചയമായ ഒരു ഭീകരരൂപം. ഈ രൂപം ചണ്ഡനും മുണ്ടനും സൈന്യവുമായി ഉഗ്രയുദ്ധം നടത്തി. യുദ്ധത്തിൽ ആ ഉഗ്രരൂപം ചണ്ഡനെയും മുണ്ടനെയും വധിച്ച് അവരുടെ ശിരസ് അറുത്തെടുത്ത് ദുർഗയുടെ കാൽക്കലിൽ സമർപ്പിച്ചു. ഇത് കണ്ട് ദുർഗ ആ ഭീകരരൂപത്തോട് പറഞ്ഞു, ചണ്ഡനെയും മുണ്ടനെയും വധിച്ചതിനാൽ നീ ഇനി മുതൽ ചാമുണ്ടേശ്വരി എന്നറിയപ്പെടും. അങ്ങനെയാണ് ദുർഗയുടെ ഈ രൂപത്തിന് ചാമുണ്ടേശ്വരി എന്ന് പേര് ലഭിച്ചത്. തുടർന്ന് ചാമുണ്ടേശ്വരി ദുർഗയോടൊപ്പം ചേർന്ന് ശുംഭ നിശുംഭന്മാരെ സൈന്യത്തെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി.